ജി ജമോക്ലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സിലോപ്പി മീൻ കിട്ടി. മനസ്സിലായി, ഈ കാണുന്ന പോലെ കുറച്ച് സിലോപ്പി മീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോണ്. അപ്പോൾ കുരുമുളകും ഉപ്പും മല്ലിയും മഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ലടിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കാന്താരി മറ്റൊരു മറിച്ച കമ്പനിയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി മനസ്സിലായില്ലേ. ഉപ്പൂ നമ്മുടെ കൂടെ ചെമ്പൻ ബ്ലാക്കിയും കൂടെ കൂടിയിട്ടുണ്ട്. പുറത്ത് എങ്ങനെയാണ് ചെമ്പൻ ബ്ലാക്കിക്ക് കയറി ചെമ്പൻ ബ്ലാക്ക് കിട്ടിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരുമാതിരി സ്വർണ്ണത്തിൻ്റെ കളർ തിളങ്ങും തീർന്നിട്ട് ചെമ്പൻ ബ്ലാക്കി പെറ്റ് കിടക്കണം. ഇവിടെ പെണ്ണാണ്, എവിടെ പ്രസവിച്ച് കിടക്കുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ എവിടെയോ ഉണ്ട്. അപ്പോൾ ചെമ്പൻ ബ്ലാക്കിയും കൂടി നമ്മുടെ കൂടെ ഈ കാണുന്നത് ഗ്രില്ലടിക്കാൻ കൂടി. മനസ്സിലായില്ലേ ചെമ്പൻ ബ്ലാക്കി? അപ്പോൾ അവിടെ ഓ ഇത്രയും മീനുകളാണ് നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടി പോകുന്നത്. സച്ചി ഈ കാണുന്ന കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി ഓരോ മീനായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മീൻ വൃത്തിയാക്കാൻ സച്ചിയെ കഴിഞ്ഞിട്ട് മറ്റാരും തന്നെ ഈ നാട്ടിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ അവൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ചെമ്പൻ ബ്ലാക്കിയോ. കോൺസെൻട്രേഷൻ ഒരു അണുവീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ സച്ചി ഈ കാണുന്ന പോലെ ആയുധം വെച്ചുള്ള കളിയായതിനാൽ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ വെള്ളം കൊണ്ട് കഴുകിയെടുക്കുകയാണ്. നല്ലപോലെ കഴുകിയാൽ മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ലപോലെ സച്ചി കാണാൻ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗവും കൃത്യമായിട്ട് കഴുകിയെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് മസാല ചേർക്കണം. നമുക്ക് നേരെ പോയിട്ട് മസാല ചേർക്കാം. വാ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഏതോ ഭാഗത്തുനിന്ന് എവിടെ നിന്ന് മണം പിടിച്ച് ഒരു പുള്ളിക്കാരൻ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും നമ്മുടെ കയ്യിലില്ല. എല്ലാ വേസ്റ്റും മറ്റേ പൂച്ച കഴിച്ചോണ്ടേ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അടുപ്പിനകത്തേക്ക് സച്ചി തീ കത്തിക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് പേപ്പറും മരപ്പൊടിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് കത്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. തീ നല്ല രീതിയിൽ ആളി കത്തി പടർന്ന് പിടിച്ചിട്ടുണ്ട്. മിക്കവാറും ഷെഡ് ഈ കാണുന്ന പോലെ റെഡിയാവും. ഷെഡിന് നേരെ അടിയിലാണ് തീ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. മിക്കവാറും റെഡിയാകും. കത്തിക്കഴിഞ്ഞാൽ ഒറ്റ ആന്തലാണ് ഈ കാണുന്ന പോലെ. ചിഞ്ചി ചുട്ടവന് കഴിക്കാൻ പറ്റുന്നതാണ്. മസാല കയ്യിലുണ്ട്, തനിയെ തലയിലും അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൃത്യമായി കഴുകി വെച്ചിട്ടുള്ള ആ ഒരു മീനിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഈ കാണുന്ന പോലെ നമ്മുടെ ആ മസാല എടുത്ത് നമ്മുടെ മീനിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം അതിൽ നല്ല രീതിയിൽ തന്നെ കുരുമുളകും ഉടങ്കൊല്ലി മുളകും നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ എരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ അരപ്പിനെ മുകളിൽ തേച്ച് കൊടുക്കണം. മനസ്സിലായില്ലേ? കാന്താരി വേണ്ട കേട്ടോ. കാന്താരി ഉണ്ട്, ഉടങ്കൊല്ലി, കാന്താരി, കുരുമുളക്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അരപ്പിനെ നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കനലെല്ലാം സെറ്റായിട്ട് കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ പഴയ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രില്ലിനെയാണ് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വലയില്ലേ ഈ കാണുന്ന പോലെ കാണുന്ന പോലെ പിടിച്ചു വെച്ചില്ലെങ്കിൽ അത് ശരി. അപ്പോൾ വലിയ മീനുകളെ നടുക്കിലായിട്ട് നടുഭാഗത്തായിട്ട് വയ്ക്കുക. അയ്യോ, ഇടക്കിടയ്ക്ക് വീശി കൊടുക്കണം. അപ്പോൾ അടിയിലുള്ള കനലുകൾ വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? വീശാൻ താല്പര്യമുണ്ടോ? നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചെടുക്കാം. മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് മറ്റൊരു കമ്പിയുടെ മുകളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മളിതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കെട്ടണോ? ഇല്ല, ഇതേപോലെ എടുത്തിട്ട് അത്രയേ ഉള്ളൂ. അയ്യാ, നിങ്ങൾ നോക്കാം, കുറച്ചുകൂടി വേഗമുണ്ട്. നമ്മളതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മരച്ചീനിയും കൂടി നമ്മൾ ചുട്ടെടുക്കുകയാണ്.
വേവിച്ച് കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ വേവിക്കുന്നതിനൊരു സുഖമില്ല. ചുട്ട് കഴിച്ചിട്ട് കുറേ കാലമായി, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ വെന്ത് പോകാനോ കരിഞ്ഞ് പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പരിപാടിയെല്ലാം കുളമായി പോകുന്നതായിരിക്കും. ഇതുണ്ടോ, ഇപ്പോൾ പൊട്ടിയതുകൊണ്ടാണ് അകത്തോട്ട് കുറച്ച് കരി കയറിയിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് വെള്ള കളറിൽ കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. നാരങ്ങ മൊത്തം കിടക്കട്ടെ. നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ. അപ്പം മീനും ചുട്ട മരച്ചീനിയും ഒരു സവാള, ഒരു തക്കാളി പിന്നെ കഴിക്കാം. ഉള്ള സാധനം, പക്ഷേ ഇത് ചേരുന്നില്ല. അതായത് നാരങ്ങയില്ലേ, നാരങ്ങ അതുമായിട്ട് മീനിനൊരു ചേർന്നുണ്ട്, പക്ഷേ മരിച്ചിനായിട്ട് കഴിക്കുമ്പോൾ അത് ചേരുന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം കിടില സാധനം. മരിച്ചിനി തന്നെ ഒരു രക്ഷയില്ല. ചുട്ട മരിച്ചിനി കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഭയങ്കര ടേസ്റ്റ് അത് മീനും കൂടി കറക്റ്റാണ്. നാരങ്ങ നമുക്ക് നല്ലതാണ്, മീനിൻ്റെ പുറത്ത് മാത്രം നല്ലതായിട്ട് വരുന്നത്. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് വേറെ നിൽക്കുന്നു. പക്ഷെ മീനും മരിച്ചിനി ഒരു രക്ഷയില്ല. എനിക്കിഷ്ടപ്പെട്ട്, ഇവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ പതുക്കെ കഴിച്ചാ, ഞാനത് കഴിച്ചോട്ടത്. കൊള്ളാം, കറക്റ്റ് സാധനം, ഒരു രക്ഷയില്ല. നാരങ്ങ ചേരുന്നില്ല, ഇതുമായിട്ട് പിടിക്കുന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ സച്ചിക്ക് നാരങ്ങ കറക്റ്റായി. നാരങ്ങ എല്ലാം കൂടിയിട്ട് മിക്സ് സച്ച് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് മാത്രമേ നാരങ്ങ വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുള്ളൂ. ഇല്ല ചിന്തിച്ചിട്ടില്ല. ചിന്ത വീട്ടിൽ പോ, എടുത്തിട്ട് വെക്കും. എങ്ങനെയുണ്ട് അഞ്ചു തക്കാളി? കൊള്ളാമോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. നമ്മൾ വെറുതെ മീൻ പിടിച്ച് ചുട്ട സ്ഥിതിക്ക് നിങ്ങളെ കാണിച്ചു എന്നുള്ളത് തന്നെ, വെറുതെ മരിച്ചിനി എടുത്ത് ചുട്ട സ്ഥിതിക്ക് നിങ്ങളെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മരിച്ചിനി ചുട്ടതും മീൻ ചുട്ടതും നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട, മനസ്സിലായില്ല? അപ്പോൾ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. ടാറ്റ പറഞ്ഞിട്ട് ടാറ്റ കാണിക്കാതെ കേട്ടോ. ടാറ്റ കഴിഞ്ഞു.